എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരമ്മയുടെയും മകളുടെയും കഥയാണ്. ഈ മകളാണെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്നു, ഈ അമ്മയാണേലോ മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു. അതായത് നമ്മളുടെ ഒരു ദൃശ്യം വൈബ്, ദൃശ്യത്തിൽ അങ്ങനെയാണല്ലോ. പക്ഷെ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ മാത്രമല്ല, ക്ലൈമാക്സിലും. ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയാം. അപ്പോൾ കൂടുതൽ ലേഖടിപ്പിക്കാണ്ട് നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വെള്ളത്തിൽ നിന്ന് ഒരു ഡെഡ് ബോഡി മുകളിലോട്ട് പൊന്തി വരുന്നതാണ്. അവിടെ വെച്ച് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് എക്കോ വാലി എന്ന് പറയുന്ന ഒരു ഫാമാണ്. ഇതാണ് നമ്മളുടെ നായിക കേറ്റ്. ഇവളുടെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് മോശം. മുൻ ഭർത്താവുമായിട്ട് ഡിവോഴ്സായി, അതിലൊരു മകളുണ്ട്, അതാണെങ്കിൽ ഡ്രഗ് അഡിക്റ്റ്. വല്ലപ്പോഴും വീട്ടിലോട്ട് വരുമെന്നല്ലാണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഇപ്പറഞ്ഞ മുൻ ഭർത്താവിന് ശേഷം ഇവൾക്ക് മറ്റൊരു പാർട്ട്ണറെ കിട്ടി. അവരുടെ മാരേജും കഴിഞ്ഞു. അവളുടെ പേരാണ് പാറ്റ്. പക്ഷെ ഇപ്പറഞ്ഞ പാറ്റ് ഇപ്പം അടുത്താണ് മരിച്ചത്. ചുരുക്കി പറഞ്ഞ ആകെ ബ്രോക്കണായിട്ട് കിടക്കുന്ന ഒരു ലൈഫാണ് നമ്മളുടെ കേറ്റിൻ്റെ. രാവിലെ എഴുന്നേൽക്കും, ഇയർഫോൺ വെക്കും, പാറ്റിൻ്റെ മുമ്പത്തെ വോയിസും കേൾക്കും. ഇതൊക്കെ കേട്ടുകൊണ്ട് ഫാമിലത്തെ പണികളും ചെയ്യും. ഇതാണ് ഇവളുടെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത്. ഇനി ഇവളുടെ ഫാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് അത്യാവശ്യം വലിയൊരു ഫാമാണ്. എന്നാൽ കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഒന്നുമില്ല. പിന്നെ കുതിരയുണ്ട്. ഈ കുതിരപ്പുറത്തുള്ള റൈഡിംഗ് ക്ലാസ്സും അവൾ എടുത്തു കൊടുക്കാറുണ്ട് കേട്ടാ. എന്നാൽ ഇപ്പം അതൊന്നുമില്ല. കാരണം പാറ്റിയുടെ മരണം അവളെ വല്ലാണ്ട് തളർത്തിയിരിക്കുകയാണ്. ഫാമിൻ്റെ ബിൽഡിങ്സ് ആണെങ്കിൽ ഒരു വിധമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പുതുക്കി പണിതില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പണി ഉറപ്പാണ്. പക്ഷെ പണി കഴിപ്പിക്കാനായിട്ട് ഏകദേശം $9,000 ആവശ്യമുണ്ട്. അത്രയും പൈസ ഉണ്ടാക്കാന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. സോ ക്യാഷ് ഒപ്പിക്കാനായിട്ട് ഇവൾ നേരെ പോകുന്നത് ഇവളുടെ മുൻ ഭർത്താവിൻ്റെ അടുത്തോട്ടാണ്. അങ്ങേരാണെങ്കിൽ വേറെ പെണ്ണും കെട്ടി ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങേർക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നഷ്ടക്കച്ചവടത്തിന് പൈസ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കേറ്റെ, നീ ഇതെന്താ കാണിക്കുന്നത്? നിന്റെ ക്ലയൻസിനെ ഞാൻ കണ്ടിരുന്നു. 6 മാസമായിട്ട് നീ റൈഡിംഗ് ക്ലാസ് ഒന്നും കൊടുക്കാറില്ല എന്നാണ് അവർ പറയുന്നത്. പാറ്റി മരിച്ചതിന് ശേഷം നീ ബ്രോക്കണാണ്, അതെനിക്ക് മനസ്സിലാവും എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുകയാണോ വേണ്ടത്? ഇനി അതല്ല, നിനക്ക് ആ ഫാം നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിൽക്കാൻ നോക്ക്. ഇതൊരുമാതിരി എൻ്റെ പൈസ തീരുകയെന്നല്ലാണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണോന്നറിയാണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ കേറ്റ്. അങ്ങനെ കേറ്റ് മകളെക്കുറിച്ച് ചോദിക്കുന്നു. ഈ മകളുടെ പേരാണ് ക്ലെയർ. ഒരാഴ്ച മുമ്പ് വന്നിരുന്നു, അതും പുലർച്ചെ 3 മണിക്ക്. ഇത് കേട്ടേക്ക് അവൾ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേറ്റ്. അവൾക്ക് അത്ര ഇഷ്ടമാണ് ക്ലെയറിനെ. പക്ഷെ ക്ലെയർ ആണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവരെല്ലാം സ്നേഹിക്കുന്നത്. എൻ്റെ പൊന്നു കേറ്റ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൾക്ക് ആവശ്യം പൈസ മാത്രമാണ്, അല്ലാണ്ട് സ്നേഹമൊന്നുമില്ല. ആ പൈസക്ക് കുറേ ഡ്രഗ് അടിക്കുമെന്നല്ലാണ്ട് അവൾക്ക് വേറെ ഒരു പണിയുമില്ല. പൈസ തീരുമ്പോൾ നമ്മളെ കാണാൻ വരും. നിന്റെ അടുത്ത് വന്നിട്ടൊന്ന് ഇളിച്ച് കാണിച്ചാൽ നീയാണെങ്കിൽ എല്ലാം മറക്കുകയും ചെയ്യും. സോ ഇപ്പം മനസ്സിലായില്ലേ മകളായ ക്ലെയറിൻ്റെ വൈബ് എന്താന്നുള്ളത്? അങ്ങനെ ഹസ്ബൻഡ് 9,000 ഒരു ചെക്ക് കൊടുക്കുന്നു. അങ്ങനെ കേറ്റ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ പട്ടി കുരക്കാൻ ആരംഭിക്കുന്നത്. ഈ പട്ടിയാണെങ്കിൽ ക്ലെയർ വീട്ടിൽ വരുമ്പോൾ മാത്രമേ കുരക്കാറുള്ളൂ. ഇത് കണ്ടേക്ക് കേറ്റ് ആണെങ്കിൽ ക്ലെയറിനെ ഓടിപ്പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾക്ക് അത്ര ഇഷ്ടമാണ് ക്ലെയറിനെ. ക്ലെയറെ, നീ എവിടെ ഇരുന്ന് ഇത്ര ദിവസം? നിന്റെ ഫോൺ എവിടെ? ഞാൻ കുറേ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോഴാണ് ഫോൺ പോയിൻ്റെ ഒരു നീണ്ട കഥയെക്കുറിച്ച് ക്ലെയർ അങ്ങ് പറയാൻ ആരംഭിക്കുന്നത്. ഇവളും ഇവളുടെ ബോയ്ഫ്രണ്ടായ റയാനും കൂടിയിട്ട് ഒന്ന് കറങ്ങാൻ പോയി. അവനും ഒരു ഡ്രഗ് അഡിക്റ്റ് ആട്ടാ. കൂടെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടും കൂടെ അങ്ങ് വഴക്കാവുന്നത്. അതിൻ്റെ പേരിൽ റയാനാണെങ്കിൽ അവളുടെ ഫോൺ തോട്ടിലോട്ട് അങ്ങ് വലിച്ചെറിഞ്ഞു. എന്നാൽ അതിൻ്റെ പ്രതികാരമായിട്ട് ക്ലെയർ ആണേലോ അവൻ്റെ റൂമിലുള്ള മുഴുവൻ സാധനങ്ങളും അവൻ അറിയാണ്ട് ഏതോ ലേക്കിനകത്ത് കൊണ്ടുപോയി കളഞ്ഞു. ഇതൊക്കെ ചിരിച്ച് കളിച്ചിട്ടാണ് ക്ലെയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല കേട്ടാ അവൾ പറയുന്നത് അവൾക്ക് പുതിയൊരു ഫോണും കൂടെ വേണോത്രേ. പുതിയൊരു ഫോൺ ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് കളഞ്ഞിട്ടാണ് പിന്നെയും വന്ന് ചോദിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ ഇതൊരു കിളി പോയ കേസാണ്. അങ്ങനെ ഫോൺ പോയ കാരണം കേറ്റിൻ്റെ ഐപാഡ് എടുക്കുന്നു. ക്ലെയർ ലോഗിൻ ചെയ്യുന്നു. ശേഷം അവളുടെ മെസ്സേജൊക്കെ നോക്കുന്നുണ്ട് ക്ലെയർ. അങ്ങനെ അന്ന് വൈകുന്നേരം ഫാമിലോട്ട് ഇറങ്ങുന്നു, പുറത്തേക്ക് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ കേറ്റിന് കിട്ടിയ നല്ലൊരു ദിവസം. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ക്ലെയറിൻ്റെ കയ്യിലായിട്ട് കുറച്ച് പാട് കാണുന്നത്. സംഭവം വേറൊന്നുമില്ല, സിറിഞ്ച് കുത്തിയ പാടുകളാണ്. ഇതൊക്കെ കണ്ടിട്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേറ്റ്. ഞാൻ ഓക്കെയാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ഡ്രഗ്സൊക്കെ നിർത്തി എന്നൊക്കെയാണ് ക്ലെയർ പറയുന്നത്. പക്ഷെ കേറ്റിനറിയാം തൻ്റെ മകളെ. എന്നിട്ടും അവൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇവരാണെങ്കിൽ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വീട്ടിലോട്ട് ആരോ വരുന്നത്. ഇത് കണ്ടപാട് ക്ലെയർ ആണെങ്കിൽ ഓടിപ്പോയിട്ട് വാതിലുറക്കുന്നുണ്ട്. കാരണം വന്നിരിക്കുന്നത് റയാന, അതായത് അവളുടെ ബോയ്ഫ്രണ്ട്. ഇവന്റെ മുഖത്താണെങ്കിൽ അടി കൊണ്ട പാടുകളാണ്. അത് മാത്രമല്ല പുള്ളിക്കാരനാകെ ടെൻഷനില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ക്ലെയർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് റയാന്റെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു എന്നൊക്കെ. ആ സാധനങ്ങളുടെ ഇടയിൽ വേറൊരു സാധനം ഉണ്ടായിരുന്നു. അതാണ് ഡ്രഗ്സ്. അതും ഏകദേശം 1 കിലോ വരും. അത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിലുള്ള സാധനം നഷ്ടപ്പെട്ട അതിൻ്റെ ഡീലർമാർ വെറുതെ ഇരിക്കുമോ? സോ ഡീലറായ ജാക്കി റയാനെ പഞ്ഞിക്കിട്ടിരിക്കുക. ഈ ജാക്കി എന്ന് പറയുന്ന ആൾ അത്യാവശ്യം വലിയൊരു ഡീലറാണ്. അവൻ്റെ സാധനം അവനക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റയാൻക്കും പണി കിട്ടും, ക്ലെയറിനും പണി കിട്ടും.
റയാനെ, ഒരു കാരണവശാലും ഞാൻ ഇവിടെയുണ്ടെന്ന് ജാക്കി അറിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് കേറ്റ് വന്നിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ക്ലെയർ ജാക്കറ്റ് എടുത്ത് റയാൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്, ഒന്നും പറയാണ്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ക്ലെയർ തിരിച്ചെത്തി. കേറ്റ് നോക്കുമ്പോണ്ട് ഡ്രഗ് അടിച്ച് കിറുങ്ങിയിട്ട് കിടക്കുന്ന ക്ലെയർ. പക്ഷെ എന്നിട്ടും അമ്മ തൻ്റെ മകളെ താങ്ങി പിടിച്ച് ഡ്രസ്സ് മാറ്റിക്കുന്നു, ബെഡിലെത്തിക്കുന്നു, ഉറക്കുന്നു. അങ്ങനെ രാവിലെയായി. മാർഷ് ക്രീക്ക് ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കിലോട്ട് പോകുന്നുണ്ട് ഇവർ. ഇവരുടെ നാട്ടിലൊരു ലേക്കാണത്. അവിടെയാണെങ്കിൽ ധാരാളം പേര് കുളിക്കാനൊക്കെ വരും. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇത്രയും സമാധാനപരമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും ക്ലെയർ ആകെ ടെൻഷനിലാണ്. കാരണം ഡീലറായ ജാക്കി എപ്പോൾ വേണേലും വരാം. അവനാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ക്രിമിനലാണ്. അങ്ങേരുടെ കയ്യിൽ നിന്നാണ് ഇവർ ഡ്രഗ്സ് വാങ്ങാറ്. അങ്ങനെ ഈ ഒരു സമയത്താണ് ഇന്നലെ നടന്നതിനെക്കുറിച്ച് ചോദിക്കുന്നത് നമ്മളുടെ കേറ്റ്. പക്ഷെ ക്ലെയർ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അടുത്ത ക്യാരക്ടറിൻ്റെ എൻട്രി. അത് വേറെ ആരുമല്ല, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ജാക്കിയാണ്. അവൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കൂടെ റയാനും ഉണ്ട്. റയാൻക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കൂടെ നിൽക്കുക എന്നല്ലാണ്ട്. ക്ലെയറെ, എൻ്റെ സാധനം എവിടെ? ജാക്കി, നിൻ്റെ സാധനം എൻ്റെ അടുത്തില്ല, ഞാനത് കളഞ്ഞു, അറിയാണ്ട് പറ്റിപ്പോയൊരു മിസ്റ്റേക്കാണ്. ഇത് കേട്ടേക്ക് കളയാൻ പാടുണ്ടോടിയെന്നും പറഞ്ഞ് അവളെ അങ്ങ് തല്ലാൻ ആരംഭിക്കുന്നുണ്ട് ജാക്കി. റയാനാണെങ്കിൽ കുറേ പറയുന്നുണ്ട് വേണ്ടാന്ന്. പിന്നെ പറയണ്ടല്ലോ, അവനക്കും കിട്ടുന്നു 2 എണ്ണം. ആ ഒരു കറക്റ്റ് സമയത്താണ് ഇവരുടെ പട്ടി അങ്ങ് കുരയ്ക്കാൻ ആരംഭിക്കുന്നത്. സോ കേറ്റ് അങ്ങോട്ട് വരുന്നു. കേറ്റിനെ കണ്ടപാട് ക്ലെയറിനെ വിടുന്നുണ്ട് ജാക്കി. നിങ്ങളുടെ മോളെ ഒരു കണ്ണന്തിരിവ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടിപ്പം ഞാൻ കുടുങ്ങിയിരിക്കേ. അതുകൊണ്ട് അവൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ എൻ്റെ സാധനത്തിൻ്റെ പൈസ തരിക, അല്ലെങ്കിൽ എൻ്റെ സാധനം തിരിച്ചു തരിക. ഇതിലേതെങ്കിലും കാര്യം നടക്കാണ്ടിരുന്ന ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്നും പറഞ്ഞൊരു വാണിങ്ങും കൊടുത്ത് റയാനെയും കൊണ്ടങ്ങ് പോകുന്നുണ്ട് ജാക്കി. ഇതൊക്കെ കണ്ടിട്ടാകെ പേടിച്ചുറച്ചിരിക്കാൻ കേറ്റ്. അങ്ങനെ കേറ്റ് ക്ലെയറിനോട് കാര്യം തിരക്കുന്നു. അവൾ അപ്പം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാകെ ഭ്രാന്തെടുക്കുന്നുണ്ട് കേറ്റിന്. അങ്ങനെ തൽക്കാലത്തിന് റിലീഫ് കിട്ടാനായിട്ട് കേറ്റ് ഒന്ന് പുറത്തു പോകുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ റയാന്. ഇത്രയും ചെയ്തു കൂട്ടിയിട്ടും ക്ലെയർ അവനെ ഹഗ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ട ഏതമ്മയ്ക്കാ ഭ്രാന്ത് കയറാണ്ടിരിക്കുക. അവളൊന്നും മിണ്ടാണ്ട് അകത്തോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലെയർ അകത്തോട്ട് വന്നിട്ട് കുറച്ച് ക്യാഷ് ആവശ്യപ്പെടുന്നത്. അമ്മേ, ഞാൻ ഇവിടുന്ന് കുറച്ച് ദിവസത്തിന് മാറിക്കാൻ പോവാ റയാൻ്റെ കൂടെ. അയ്യോ, അതിന് മാറി നിൽക്കാന്നൊന്നും പറയാൻ പാടില്ല, ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പോകുമെന്ന് പറ എന്നും പറഞ്ഞ് കുറെ മെഡിസിൻ്റെ ഡപ്പ അങ്ങ് കൊടുക്കുന്നുണ്ട് കേറ്റിന്. ഡ്രഗ് അടിച്ച് ഓവർഡോസ് ആയിട്ട് കിടന്ന ആവശ്യം വരുമല്ലോ. കേറ്റ് അത്രയും ദേഷ്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അമ്മാതിരി വള്ളിയാണല്ലോ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ക്ലെയർ അവളുടെ യാത്ര കേട്ട് കുറച്ച് ക്യാഷ് ആവശ്യപ്പെടുന്നു. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിന്നെയൊക്കെ നന്നാക്കാൻ നോക്കിയിട്ട് എൻ്റെ പൈസ മൊത്തം തീർന്നു, അത്രയും ഗതികെട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് പൈസ ചോദിച്ചു വന്നിരിക്കുന്നു. ഇത് കേട്ടേക്ക് ക്ലെയർ ആണെങ്കിൽ അങ്ങ് ചൂടാവാൻ ആരംഭിക്കുന്നുണ്ട്. ഒരുമാതിരി ഭ്രാന്ത് വന്നതുപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് വൈലൻ്റ് ആവാൻ തുടങ്ങുന്നുണ്ട് അവൾ. അമ്മയുടെ കയ്യിലാണെങ്കിൽ ഫാം റെഡിയാക്കാനുള്ള അച്ഛൻ കൊടുത്ത ആ ചെക്ക് മാത്രമേ ഉള്ളൂ. അതോടെ കൊണ്ടുപോയാൽ അവൾ ആകെ കുടുങ്ങിപ്പോവും. പക്ഷെ ക്ലെയർ ആണെങ്കിൽ വിടാണ്ട് പിടിച്ചിരിക്കാൻ. എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ആ ചെക്കിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ട്. എൻ്റെ കാരണം റയാൻ കുടുങ്ങിയിരിക്കുന്നത്, അവനെ എനിക്ക് സഹായിച്ചേ പറ്റുള്ളൂ എന്നൊക്കെയാണ് ക്ലെയർ പറയുന്നത്. ഏത് ഡ്രഗ്സിൻ്റെ കേസിലേ. അങ്ങനെ കേറ്റ് റൂമിൽ കയറുന്നു, വാതിലടക്കുന്നു. എന്നാൽ ക്ലെയർ ഒരു വിധത്തിലും വിട്ടുകൊടുക്കുന്നില്ല. കേറ്റാണെങ്കിൽ വാതിൽ തുറക്കാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കിയ ക്ലെയർ ഒരു ഐഡിയ യൂസ് ചെയ്യുന്നുണ്ട്. റയാനോട് ഇവിടുത്തെ പട്ടിയെടുത്ത് വണ്ടിയിലിടാൻ പറയുന്നു. അമ്മ, ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഒന്നില്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ പട്ടീനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ കളയും, അത് വിശന്ന് ചാവുകയും ചെയ്യും. എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇതൊക്കെ കേട്ടാ കേറ്റ് പിന്നെ വെറുതെ ഇരിക്കുമോ? സ്വന്തം ലൈഫ് മൊത്തത്തിൽ ബ്രോക്കണായിട്ട് കിടന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല അവളുടെ കൂടെ നിൽക്കാനായിട്ട്. എന്തിന്, സ്വന്തം മകള് പോലും ഇല്ല. ആ സമയത്ത് അവൾക്ക് അല്പം സമാധാനം കൊടുത്ത് ഈ പട്ടിയും കുതിരയും ഫാമൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ അവൾ പോവും. സോ റൂം തുറക്കുന്നു, പട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നാൽ ഡ്രഗ് അടിച്ച് പ്രാന്തായ ക്ലെയർ വൈലൻ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. എന്തിന്, അമ്മയുടെ കയ്യിൽ കടിക്കുന്നു, മുടി പിടിച്ച് വലിക്കുന്നു. അതൊന്നും പോരാഞ്ഞിട്ട് അവളുടെ തല പിടിച്ച് ഇടിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടേക്ക് റയാനാണെങ്കിൽ ഞെട്ടിയിരിക്കേ. ഒരു വിധത്തിലാണ് അങ്ങേര് അവളെയും പിടിച്ച് അവിടുന്ന് പോകുന്നത്. കേറ്റാണേലോ ആകെ ഇല്ലാണ്ടായിട്ട് ഇരിക്കുന്നുണ്ട്. സ്വന്തം അമ്മേനെയാണ് ഇവള് തല്ലിയിട്ട് പോകുന്നത്. ഏതമ്മക്കാ ഇതൊക്കെ സഹിക്കാൻ പറ്റുക? സോ കേറ്റ് ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി. രാവിലെ തന്നെ ലെസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ട്. ലെസ്സിൻ്റെ വീടാണെങ്കിൽ കുറച്ച് ദൂരെയാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ ഡെയിലി അവിടെ പോകാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, കേറ്റ് ആണെങ്കിൽ പാറ്റി മരിച്ചതിന് ശേഷം ഫ്രണ്ട്സിനെ ഒന്നും അങ്ങനെ കാണാറില്ല. സോ ലെസ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അവളെ കാണാനായിട്ട്. ഇവിടെ വന്നപ്പോഴാണ് കേറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ലെസ് അറിയുന്നത്. അതിപ്പോൾ ക്ലെയറിൻ്റെ കാര്യമായാലും ശരി, ഫാമിൻ്റെ കാര്യമായാലും ശരി, ഇത്രയും വലിയൊരു ഫാം ഒറ്റയ്ക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ ലെസ് പറയാണ്, കേറ്റ് ഇന്ന് ഞാനിവിടെ സ്റ്റേ അടിക്കാൻ പോവാ, നമുക്കേ പഴയ പോലെ ഒന്ന് കൂടാ എന്നും പറഞ്ഞ് ഫാമിൻ്റെ കാര്യത്തിലൊക്കെ സഹായിക്കുന്നു. പരസ്പരം മനസ്സുറന്ന് സംസാരിക്കുന്നു, കേറ്റിനെ സന്തോഷിപ്പിക്കുന്നു. അത്രയും നീണ്ട ഗ്യാപ്പിന് ശേഷം കേറ്റ് ഒന്ന് ഹാപ്പി ആവുന്നത്. അതല്ലേലും അങ്ങനെയാണല്ലോ, മനസ്സറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്.
അങ്ങനെ അന്ന് രാത്രി രണ്ടും കൂടെ അടിച്ച് പൊളിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെയായി. കേറ്റിനെ ഒന്ന് കാണുക, ഹാപ്പിയാക്കുക, തിരിച്ചു പോവുക. ഇത് മാത്രമായിരുന്നു ലെസ്സിന്റെ ലക്ഷ്യം. സോ പിറ്റേ ദിവസം രാവിലെ തന്നെ ലെസ് തിരിച്ച് വീട്ടിലോട്ട് പോയി. പിന്നീട് അങ്ങോട്ട് കേറ്റിനാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, പാറ്റിയുടെ വോയിസ് ഒക്കെ കേൾക്കുന്നു, പണികളൊക്കെ ഹാപ്പി ആയിട്ട് ചെയ്യാനും ആരംഭിക്കുന്നു. എന്തിന് റൈഡിംഗ് ലെസൺസ് അടക്കം മെല്ലെ മെല്ലെ പുനരാരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് പട്ടി ഇരുന്ന് കുരക്കാൻ ആരംഭിക്കുന്നത്. എന്താ സംഭവം എന്നുള്ള അറിയാലോ. നമ്മളുടെ ക്ലെയർ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അവൾ വന്നിരിക്കുന്നത് വല്ലാത്തൊരു കണ്ടീഷനിലാണ്. അവളുടെ മേലാണെങ്കിൽ ആകെ ചോരയാ. അതുമാത്രമല്ല, പേടിച്ച് വിറച്ചിട്ടാണ് അവൾ നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടേ കാറുടെ ബ്ലഡാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേറ്റ്. അപ്പോഴാണ് ആ മാരക സത്യം അമ്മ അങ്ങ് തിരിച്ചറിയുന്നത്. ആ ചോര അവളുടെയല്ല, റയാൻ്റെതാണ്. സോ നടക്കാൻ പാടില്ലാത്തത് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അങ്ങനെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേറ്റ്. ഇത് കേട്ടേക്ക് ക്ലെയർ ആണെങ്കിൽ എല്ലാ കാര്യവും അങ്ങ് തുറന്നു പറയുന്നു. ക്ലെയർ റയാൻ്റെ കൂടെ ഇവിടുന്ന് പോയിരുന്നല്ലോ. ഇവരാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഡ്രഗ്സ് യൂസ് ചെയ്യും. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ മുട്ടം വഴക്കായി. അതും ഒരു മലയുടെ മേളിൽ നിന്ന്. അങ്ങനെ ആ വഴക്ക് ഓവറായപ്പോൾ ക്ലെയർ ഒരു തള്ളങ്ങ് കൊടുത്തു. സോ റയാൻ മലയുടെ മേളിൽ നിന്ന് താഴെ പോകുന്നു, തലയിടിക്കുന്നു, മരിക്കുന്നു. ഇതൊക്കെ കേട്ടേക്ക് കേറ്റ് പറയാണ്, നിനക്കപ്പം തന്നെ പോലീസിനെ വിളിക്കായിരുന്നില്ലേ? ഇതൊരു ആക്സിഡൻറ്റാ, അല്ലാണ്ട് കൊലപാതകമൊന്നുമില്ല. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം ക്ലെയർ പറയാൻ ആരംഭിക്കുന്നത്. ഇവരുടെ വഴക്കിന്റെ സമയത്ത് റയാനാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യത്തിലായിരുന്നു. സോ പുള്ളിക്കാരൻ ക്ലെയറിന്റെ നേർക്ക് വന്നു. പിന്നെ ക്ലെയർ ഒന്നും നോക്കിയില്ല. അപ്പോഴത്തെ മുടിലൊരു കല്ല് കൊടുത്ത് ഒന്നങ്ങ് കൊടുത്തു, അതും തലയ്ക്ക്. ആ ഒരടിയിലാണ് അവൻ താഴെ പോകുന്നതും തലയിടിക്കുന്നതും മരിക്കുന്നതും. കല്ലുകൊണ്ടുള്ള മുറിവെങ്ങാനും പോലീസുകാർ കണ്ടുപിടിച്ചാൽ ക്ലെയർ ഉറപ്പായിട്ടും തൂങ്ങും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കേ, അമ്മേ എന്നെ ഒന്ന് സഹായിക്കി എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മക്കൾ എത്രയൊക്കെ തെറ്റ് ചെയ്താലും മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് അമ്മമാർക്ക്. അങ്ങനെ നമ്മളുടെ കേറ്റ് ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, റയാൻ്റെ ബോഡി എവിടെ? ബോഡി ഇങ്ങോട്ടാണ് ക്ലെയർ കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ കാറിലുണ്ട് സാധനം. അങ്ങനെ കേറ്റ് കാറിൻ്റെ അടുത്തോട്ട് പോകുന്നു, റയാൻ്റെ ബോഡി നോക്കുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് കാറിനകത്ത് അധികം ചോരയൊന്നുമില്ല. അത് മാത്രമല്ല, ബോഡി മൊത്തത്തിൽ റാപ്പ് ചെയ്തിട്ടാണ് കൊടുന്നിരിക്കുന്നത്. ഈ ശവം കണ്ടിട്ട് കേറ്റ് ആണെങ്കിൽ ആകെ ഇല്ലാണ്ടായിട്ടിരിക്കുക. അറിയാണ്ടാണെങ്കിൽ കൂടെ തൻ്റെ മകളൊരാളെ കൊല്ലുക എന്ന് പറയുന്നത് ആർക്കായാലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അവൾ ക്ലെയറിൻ്റെ അടുത്തോട്ട് പോകുന്നു. ക്ലെയർ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതിന് സത്യസന്ധമായിട്ട് മാത്രം ഉത്തരം പറയണം. നിങ്ങൾ എങ്ങോട്ടാ പോയേ? വാലി ഫോർജ്. പോകുന്ന വഴിക്ക് വല്ല ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നോ? ഇല്ല, ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് മലയുടെ മുകളിലോട്ട് പോയി. അവിടെ വെച്ച് ആരെങ്കിലും നിങ്ങളെ കണ്ടിരുന്നോ? ഇത് കേട്ടേക്ക് ക്ലെയറിന് അങ്ങ് സംശയമാവാൻ തുടങ്ങുന്നുണ്ട്. അവൾക്ക് അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല കണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ കേറ്റ് പറയാണ്, ക്ലെയറെ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മൊത്തം ഒരു കവറിലോട്ട് മാറ്റ്, എന്നിട്ട് ബാത്റൂമിൽ പോ, ക്ലീൻ ആവ്. ഞാൻ വരുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്നും പറഞ്ഞ് റയാൻ്റെ ഫോൺ വാങ്ങുന്നു. ഡെഡ് ബോഡി കാറിൽ നിന്ന് എടുത്തൊരു ബോട്ടിലോട്ട് മാറ്റുന്നു. ബോഡിയുടെ മുകളിൽ വലിയൊരു കല്ല് കെട്ടുന്നു. എന്നിട്ട് ആ ബോട്ട് കൊടുക്കുന്ന കുതിരയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ അകത്തോട്ട് കയറ്റുന്നു. എന്നിട്ട് അവൾ നേരെ പോകുന്നത് മറ്റേ ടൂറിസ്റ്റ് പ്ലേസായ മാർഷ് ക്രീക്ക് ലേക്കിലോട്ടാണ്. പക്ഷെ പോകുന്ന വഴിക്ക് റയാൻ്റെ ഫോൺ എടുക്കുന്നു, തല്ലി പൊട്ടിക്കുന്നു, വെള്ളത്തിലോട്ട് വലിച്ചെറിയുന്നു. അങ്ങനെ മാർഷ് ക്രീക്ക് ലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബോട്ട് എടുത്ത് ബോഡിയുമായിട്ട് ലേക്കിലോട്ട് ഇറങ്ങുന്നുണ്ട് കേറ്റ്. അങ്ങനെ കുറച്ച് ദൂരം പോയതിന് ശേഷം മെല്ലെ ആ ബോഡി എടുത്ത് വെള്ളത്തിലോട്ടിടുന്നു. എന്നാൽ അപ്പോഴാണ് കുറച്ച് കുരുത്തം കെട്ട പിള്ളേര് പടക്കം പൊട്ടിക്കുന്നത്. ഇവൾ അപ്പം തന്നെ പാനിക്കാവുന്നു, ബോട്ടും മറിയുന്നു. അതോടുകൂടെ കല്ല് കെട്ടി വെച്ച ശവം വെള്ളത്തിൻ്റെ അടിയിലോട്ടങ്ങ് പോകുന്നുണ്ട്. കേറ്റാണേലോ പിള്ളേര് പോകുന്നത് വരെ വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പടക്കം പൊട്ടിച്ചതിന് ശേഷം പിള്ളേർ അവിടുന്ന് പോകുന്നു. അതോടൊപ്പം മേളിലോട്ട് കയറി വരുന്നുണ്ട് കേറ്റ്. വരാന്ന് മാത്രമല്ല, തിരിച്ച് വീട്ടിലെത്തി. സമയം പുലർച്ചെയായിട്ടുണ്ട്. പക്ഷെ ഇവൾ വേഗം തന്നെ ക്ലെയറിൻ്റെ കാറിലുണ്ടായിരുന്ന ചോര വൃത്തിയാക്കുന്നു. അതുമാത്രമല്ല, ഇവളുടെ ഡ്രസ്സ്, ക്ലെയറിൻ്റെ ഡ്രസ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടങ്ങ് കത്തിക്കുന്നുണ്ട്. എന്നിട്ടൊരു കുളിയും. ആ ഒരു സമയത്ത് കേറ്റാണെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുക. അത്രയും വലിയൊരു തെറ്റാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഈ അമ്മ പോവും. അങ്ങനെ കേറ്റ് കുറേ കരഞ്ഞതിന് ശേഷം ക്ലെയറിൻ്റെ അടുത്തോട്ട് വരുന്നു. ക്ലെയർ ആണെങ്കിൽ അതിലും മോശം അവസ്ഥയിലാണ്. കാരണം ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് അവൾ ചെയ്തിരിക്കുന്നത്. കൊന്നതാണെങ്കിൽ സ്വന്തം ലവറിനെ, അത് മറച്ചു പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് അവൾ ഉപദ്രവിച്ച അവളുടെ സ്വന്തം അമ്മ. ചുരുക്കി പറഞ്ഞാൽ അത്രയും ഹോണ്ട് ചെയ്യുന്നൊരു കാര്യം അവളുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേറ്റ് വരുന്നു, ക്ലെയറിനെ കെട്ടിപ്പിടിക്കുന്നു. ക്ലെയർ ആകെ പേടിച്ചിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ കേറ്റ് ക്ലെയറിന് പറഞ്ഞു കൊടുക്കുന്നത്. ക്ലെയറെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീയും റയാനും ഇന്നലെ രാത്രി നിങ്ങളുടെ ക്യാമ്പിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ വഴക്ക്. അതിൻ്റെ ദേഷ്യത്തിലാണ് റയാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് ഞാൻ കാണുകയും ചെയ്തു. റയാനെക്കുറിച്ച് ആരെന്ത് ചോദിച്ചാലും ഇത് മാത്രമേ പറയാവൂ. കാരണം റയാൻ്റെ ഫോണ് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസുകാരെങ്ങാനും ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് പറയാനുള്ളൊരു റീസണാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് എന്നും പറഞ്ഞ് തൽക്കാലത്തിനെല്ലാം നോർമലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫാമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു നോർമൽ ലൈഫ്. എന്നാൽ അപ്പോഴാണ് അടുത്ത പ്രശ്നം അങ്ങ് സ്റ്റാർട്ടാവുന്നത്. നമ്മളുടെ ക്ലെയർ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നിരിക്കുന്നത് പാനിക്കായിട്ടാണ്. കാരണം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ജാക്കിയെ ഇവൾ കണ്ടിട്ടുണ്ട്. കാണാന്ന് മാത്രമല്ല, അങ്ങേര് തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുക. അയാളാണെങ്കിൽ നാട് മൊത്തം റയാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇവർ കൊടുക്കാനുള്ള പൈസക്ക് വേണ്ടിയിട്ട്. അങ്ങേര് തപ്പി കാര്യങ്ങളെങ്ങാനും അറിഞ്ഞാൽ കുടുങ്ങും.
സോ എത്രയും പെട്ടെന്ന് ജാക്കിയെ സെറ്റിൽ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മളുടെ കേറ്റ് ഒന്നും നോക്കിയില്ല. ഫാം റെഡിയാക്കാനുള്ള അച്ഛൻ കൊടുത്ത ചെക്ക് എടുക്കുന്നു, ജാക്കിയെ വിളിക്കുന്നു, കൊടുക്കുന്നു. ജാക്കി ആണെങ്കിൽ നൈസായിട്ട് ചൊറിയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ യാതൊരു കാര്യമില്ല. ഇനി നീ എൻ്റെ പ്രോപ്പർട്ടിയിൽ കാലുകുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ പറഞ്ഞേക്കുന്നത്. സോ എല്ലാ പ്രശ്നവും തീർന്നിട്ടുണ്ട്. ക്ലെയർ ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കാൻ ഒരു തെറ്റ് കാരണം ക്ലെയർ എന്തായാലും നന്നായി. അത് കേറ്റിനെ വല്ലാണ്ട് ഹാപ്പി ആക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി കേറ്റ് ക്ലെയറിന്റെ റൂമിലോട്ട് പോകുന്നു. എന്നാൽ അവിടെ ക്ലെയർ ഇല്ല. വീട് മൊത്തം സെർച്ച് ചെയ്യുന്നു, ബട്ട് നോ യൂസ്. അങ്ങനെ ക്ലെയറിനെ വിളിച്ചു നോക്കുന്നു, സ്റ്റിൽ നോ ആൻസർ. മകള് പിന്നെയും ഡ്രഗ് അടിക്കാൻ പോയോന്നും വിചാരിച്ച് പാനിക് ആവാൻ തുടങ്ങുന്നുണ്ട് കേറ്റ്. അങ്ങനെ കേറ്റ് ഫാമിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, റൈഡിംഗ് ക്ലാസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നു, രാത്രി ഉറങ്ങാനും കിടക്കുന്നു. എന്നാൽ മരിച്ച റയാന്റെ ബോഡി മാത്രം അവളുടെ സ്വപ്നത്തിലോട്ട് വരുന്നത്. അവൾക്ക് പിന്നെ ശ്വാസം കിട്ടുന്നില്ല. ഒരു വിധത്തിലാണൊന്ന് ഓക്കെ ആവുന്നത്. എന്തായാലും ഒന്നുറപ്പിച്ചു ക്ലെയറിനെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേറ്റിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ക്ലെയർ തല്ലൂടി പോകുന്നതിന് മുമ്പ് കേറ്റിൻ്റെ ഐപാഡിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജൊക്കെ നോക്കാനാന്നും പറഞ്ഞിട്ട്. സോ ഐപാഡ് എടുക്കുന്നു, അവളുടെ അക്കൗണ്ട് എടുക്കുന്നു, ഫൈൻഡ് മൈ ഡിവൈസും കൊടുക്കുന്നു. സോ ക്ലെയറിൻ്റെ ഐഫോൺ എവിടെയാണ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അങ്ങ് കാണിക്കുന്നുണ്ട്. കേറ്റ് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ക്ലെയറിൻ്റെ അഡ്രസ്സിലോട്ട് പോകുന്നുണ്ട് കേറ്റ്. ഡോറിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോണ്ട് ക്ലെയർ ഡ്രഗ് അടിച്ച് കിറിങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല കേട്ടാ കേറ്റ് അവിടെ കാണുന്നത് റയാൻ്റെ ജീവനുള്ള ശരീരം കൂടിയാ. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. മരിച്ചത് റയാനല്ല, മറ്റാരോ ആണ്. ഡെഡ് ബോഡി റാപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് മരിച്ച ആളുടെ ഫേസ് കണ്ടിട്ടില്ല നമ്മളുടെ കേറ്റ്. ക്ലെയർ പറഞ്ഞു റയാനാന്ന്, ഇവളത് വിശ്വസിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും നേരം കണ്ട് റയാനും ക്ലെയറും നടത്തിയ ഒരു നാടകം മാത്രമാണ്. സോ മരിച്ചതാരാ? നമ്മളുടെ റയാനാണേലോ ഇവളെ കണ്ടപാട് അകത്തോട്ട് വിടുന്നു, ക്ലെയറിനെ വിളിക്കുന്നു, പിൻവശത്തൂടെ പുറത്ത് കടക്കുന്നു എന്ന് മാത്രമല്ല വണ്ടിയും കൊണ്ടങ്ങ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. കേറ്റ് ആണെങ്കിൽ കുറെ തടയാൻ ശ്രമിക്കുന്നു. അവൾക്കറിയണം ആരാ മരിച്ചതെന്ന്. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. റയാൻ വരുന്നു, കേറ്റിനെ തള്ളി മാറ്റുന്നു, കാറും കൊണ്ടങ്ങ് പോകുന്നു. കേറ്റ് ആണേലോ ആകെ ഇല്ലാണ്ടായിട്ടാണ് കിടക്കുന്നത്. തൻ്റെ മകൾക്ക് അത്രയും ചെയ്തു കൊടുത്തിട്ട് അവൾ നൈസായിട്ട് അങ്ങ് ചതിച്ചിട്ട് പോയി. അങ്ങനെ കേറ്റ് തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ട് ഐപാഡ് എടുത്തിട്ട് ക്ലെയറിനെ റയാൻ്റെയും ചാറ്റ് നോക്കുന്നുണ്ട്. അവരുടെ ചാറ്റിൽ റയാൻ പറയാണ്, നിൻ്റെ അമ്മ അത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിൻ്റെ റിപ്ലൈ ആയിട്ട് ക്ലെയർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊന്ന് കരഞ്ഞു കാണിച്ചാൽ അവരെന്തും ചെയ്യും. അത് കണ്ടേക്ക് കേറ്റിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും അവരുടെ ചാറ്റ് ആരും കണ്ടുപിടിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവൾ സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നത് മാർഷ് ക്രീക്ക് ലേക്കിൻ്റെ ആഴ. അങ്ങനെ പിറ്റേ ദിവസമായി ഇവൾ ആ ലേക്കിലോട്ട് പോകുന്നു, ആ ബോഡി ആരുടെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. സോ ചാടുന്നു, സെർച്ചിങ് ആരംഭിക്കുന്നു. പക്ഷെ എത്രയൊക്കെ തെരഞ്ഞിട്ടും ബോഡി കിട്ടുന്നില്ല. രാത്രിയാണിത് കൊണ്ടിട്ട്. പിന്നെ അത്രയും വലിയ ലേക്കാ, അവിടുന്ന് കറക്റ്റ് ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അവളാണെങ്കിൽ അടയാളമായിട്ട് വെച്ചിരുന്നത് ദേ ഈ കല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ കോസ്റ്റ് ഗാർഡ് പോലത്തെ ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത്. നിങ്ങളാരാ, എന്തിവിടെ ചെയ്യുന്നത്? ഇത് കേട്ടേക്ക് കേറ്റ് ആണെങ്കിൽ ഒരു നുണ പറയുന്നു. എൻ്റെ മാരേജ് റിങ്ങേ ഇവിടെ കളഞ്ഞുപോയി, അത് തപ്പിക്കൊണ്ടിരിക്കുക. ഇത്രയും വലിയ ലേക്കിൽ അത് കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യേ. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഇങ്ങേരുടെ റിങ് മിസ്സായ കഥകളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തെരച്ചിലൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു. അങ്ങനെ സെർച്ചിങ് ആരംഭിക്കുന്നു, ബോഡി കണ്ടെത്തുന്നു. പക്ഷെ കണ്ടെത്തിയിട്ട് കാര്യമില്ല, അത് ആരാണെന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലെത്തി. എന്ത് ചെയ്യണമെന്നറിയാണ്ടിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. ഇവൾക്ക് ആരോടെങ്കിലും ഇതൊന്ന് ഷെയർ ആക്കിയേ പറ്റുള്ളൂ. അത്രയും കയ്യിൽ നിന്ന് പോയിട്ടാണ് കേറ്റിരിക്കുന്നത്. അവളുടെ ലൈഫിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരൊറ്റൊരാൾ മാത്രമേ ഉള്ളൂ. അത് വേറെ ആരുമില്ല, അവളുടെ ആത്മാർത്ഥ സുഹൃത്തായ ലെസ്സാ. അങ്ങനെ ലെസ്സിനോട് കാര്യം പറയുന്നു. ലെസ് പിന്നെ ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ കേറ്റിൻ്റെ വീട്ടിലെത്തി. എത്തുകയെന്ന് മാത്രമല്ല അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു ലെസ്സിൻ്റെ വീട്ടിലോട്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷെ ഇപ്പോൾ നീ ഒന്ന് ഓക്കെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ലെസ്സിൻ്റെ വീട്ടിലെത്തി. ഇതാണ് ലെസ്സിൻ്റെ വൈഫ്. അങ്ങനെ രാത്രിയായി. നമ്മളുടെ കേറ്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവരുടെ പഴയ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാൻ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിസ്റ്റർ ഗാൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരാളുടെ കഥ ലെസ് അങ്ങ് പറയാൻ ആരംഭിക്കുന്നത്. ചുമ്മാ നാട്ടുവർത്താനം പറയാണ് കേട്ടാ. ഈ ഗാൻഡേഴ്സൺ ഇവരുടെ നാട്ടിലുള്ള ആളാ. അങ്ങേർക്കാണെങ്കിൽ വലിയൊരു ഫാം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങേരതിന് തീവച്ചു, ഇൻഷുറൻസ് തുക അടിച്ചെടുക്കാനായിട്ട്. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങേരെ പോലീസ് പിടിച്ചു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കേറ്റ് ഉറങ്ങാൻ പോകുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങുന്നത്. അതൊരു കോളോ മെസ്സേജോ അല്ല, ഇവളുടെ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ട്. ആരെങ്കിലും വീട്ടിലോട്ട് വന്ന് ബെല്ലടിച്ചാൽ അവരോട് എവിടെ ഇരുന്നിട്ട് വേണേലും ഫോണിലൂടെ സംസാരിക്കാൻ പറ്റും, അതും വീഡിയോ കോൾ സഹിതം. അങ്ങനെ ഫോൺ എടുക്കുന്നു, വീട്ടിലോട്ട് ആരാ വന്നതെന്ന് നോക്കുമ്പോണ്ട് ജാക്കി എന്തു വേണം? നീ വാതിലുറക്ക്, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതിന് ഞാൻ വീട്ടിലില്ല, പുറത്താ. എന്നാ ഞാൻ നാളെ വരാം. നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? സംഭവം വേറെ ഒന്നുമില്ല, നീ ഒരു ഡെഡ് ബോഡി മാർഷ് ക്രീക്കിലേക്ക് കൊണ്ടുപോയിട്ട് താഴ്ത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാനാ. ഇത് കേട്ടേക്ക് കേറ്റ് അങ്ങ് ഞെട്ടിത്തരിക്കുന്നുണ്ട്. പിന്നെ കേറ്റ് വെറുതെ ഇരിക്കോ, ബാഗ് പാക്ക് ചെയ്യുന്നു, വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ജാക്കി പറഞ്ഞ പോലെ വീട്ടിലോട്ട് വന്നു. ജാക്കി, നിന്റെ പ്രശ്നം എന്താ? പിന്നെ പോരാത്തതിന് ആ ശവ ആരുടെയാ?
അത് ചിലപ്പോൾ ആരുടെയും കസിനാവാം, മക്കളാവാം, ബ്രദറാവാം, സിസ്റ്ററാകാം, ആരുമാകാം. എന്തായാലും നീ ഇതിൽ നല്ലവണ്ണം കുടുങ്ങിയിട്ടുണ്ട്. ഇനി എന്താ നടന്നതെന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറയാം. നിങ്ങളുടെ മോളും റയാനും കൂടെ എനിക്ക് പൈസ തരാനുണ്ടായിരുന്നല്ലോ. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റയാൻ സ്വയം ഒരു ഡീലറായിട്ട് മാറി ഡ്രഗ്സ് വിൽക്കാനും തുടങ്ങി. എന്നാൽ അവൻ വിറ്റ ഡ്രഗ്സിൽ നിന്ന് ഒരുത്തൻ അങ്ങ് ഓവർഡോസ് ആയിട്ട് മരിച്ചു. ഒരു വിദ്യാർത്ഥിയാണ് മരിച്ചത്. റയാനും ക്ലെയറും പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ എൻ്റെ അടുത്തോട്ടാണ് ഓടി വന്നത്. സോ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തു. അത് പ്രകാരം ക്ലെയറും റയാനും ഇങ്ങോട്ട് വന്നത്. എന്തായാലും ആ ശവം കൊണ്ടുപോയി നീ കളയുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ക്ലെയറിന് ഉറപ്പായിരുന്നു അവളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ എന്തും ചെയ്യുമെന്ന്. സോ ശവം കൊണ്ടുപോയിട്ട് കളയുന്നു, നിങ്ങളിതിനകത്തോട്ട് കൊണ്ടുവരുന്നു, നിങ്ങളെ കൊണ്ട് തന്നെ അവരെനിക്ക് തരാനുള്ള പൈസ സെറ്റാക്കുന്നു. ഇതായിരുന്നു പ്ലാൻ. അത് നല്ല രീതിയിൽ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്തായാലും നിങ്ങളുടെ മകള് വല്ലാത്തൊരു ഐറ്റം തന്നെ. സ്വന്തം അമ്മേനെ കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യിച്ച്. അതെല്ലാം പോട്ടെ. എന്തായാലും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ക്ലെയറിനറിയില്ല. ഞാനേ തൽക്കാലത്തിന് നാട്ടിൽ നിന്ന് മാറിയിക്കാൻ പോവാൻ. പക്ഷെ എനിക്ക് അതിനായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അത് നീ അറേഞ്ച് ചെയ്യണം. എൻ്റെ കയ്യിൽ ഇനി പൈസയൊന്നും ഇല്ല ജാക്കി. അയ്യോ, ഇത്രയും വലിയ ഫാം, കുതിര, ഏക്കർ കണക്കിന് ഭൂമി ഇത്രയും ഉണ്ടായിട്ടും ഒന്നുമില്ല എന്ന് പറയല്ലേ. സോ ഇതെല്ലാം വിറ്റിട്ടാണേലും എൻ്റെ പൈസ മൊത്തം എനിക്ക് വേണം. ഇത് കേട്ടേക്ക് കേറ്റാണെങ്കിൽ നടക്കില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കേ. കേറ്റെ, ആ മരിച്ച ചെക്കിന് വേണ്ടിയിട്ട് പോലീസുകാർ ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനും പോകുന്നില്ല. എന്നാൽ ഞാനൊരു അനോണിമസ് കോൾ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. പോലീസ് വരും, അന്വേഷണം ആരംഭിക്കും, നിൻ്റെ മകളുടെയും റയാൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്യും, അവർ വഴി നിൻ്റെ അടുത്തോട്ടും. സോ നീ ക്യാഷ് തന്നേ പറ്റുള്ളൂ. ഇത് കേട്ടേക്ക് ഓടി രക്ഷപ്പെടാനാ കേറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അവളെ അങ്ങ് മയക്കുന്നുണ്ട് നമ്മളുടെ ജാക്കി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. അപ്പോഴാണ് അവൾക്ക് ബോധം വരുന്നത്. കേറ്റ്, നിൻ്റെ ഫോണ്, കമ്പ്യൂട്ടർ, വീടിൻ്റെ താക്കോല് എല്ലാം എൻ്റെ കയ്യിലാണ്. നിന്റെ കൂടെ ഞാൻ 2 ദിവസം ഉണ്ടാവും. അതിനകം എൻ്റെ പൈസ നീ അറേഞ്ച് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ വല്ല കണ്ണന്തിരിവും കാണിച്ചാൽ അറിയാലോ ശവങ്ങ് പൊന്തും എന്നൊക്കെയാണ് ജാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇവൾക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ നിന്നെങ്ങാനും പുറത്തു പോയാൽ കുടുങ്ങുകയും ചെയ്യും. അതുമാത്രമല്ല 2 ദിവസത്തിനുള്ളിൽ പൈസ ഉണ്ടാക്കുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ കുടുങ്ങിയിരിക്കേ. അങ്ങനെ ജാക്കിക്ക് താമസിക്കാനുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഈ റൂം ഫാമിന്റെ മറ്റൊരു സൈഡിലാട്ടാ. പാറ്റിയുടെയും കേറ്റിന്റെയും കല്യാണം കഴിയുന്നത് വരെ ഇതായിരുന്നു പാറ്റിയുടെ റൂം. അങ്ങനെ അവിടെ വെച്ചിട്ട് ജാക്കി ഒരു കാര്യം പറയുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല, ഇവളുടെ റൈഡിംഗ് ക്ലാസിന്റെ ക്ലയൻസ് ഉണ്ടല്ലോ, അവരുടെ നമ്പർ കൊടുക്കാൻ. കാരണം ഇനി അങ്ങോട്ട് റൈഡിംഗ് ക്ലാസ് എന്നും പറഞ്ഞ് ഒരുത്തം പോലും ഇങ്ങോട്ട് വരാൻ പാടില്ല. സോ അവർക്ക് വിളിച്ചിട്ട് റൈഡിംഗ് ക്ലാസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇവൻ പോകുന്നത് വരെ ഇവർ 2 പേര് മാത്രം. അങ്ങനെ രാത്രിയായി. 2 പേരും കൂടെ ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് പ്ലേറ്റൊക്കെ കഴുകുന്ന സമയത്താണ് ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട്. അതും അവളുടെ ഐപാഡിനകത്തുനിന്ന്. സോ കമ്പ്യൂട്ടർ, ഫോണ് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചെങ്കിലും ഐപാഡ് ജാക്കിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഈ സൗണ്ട് കേട്ടേക്ക് കേറ്റ് പൈപ്പ് അങ്ങ് തുറക്കുന്നുണ്ട്. എന്നിട്ട് ആ സൗണ്ടിന്റെ മറവിൽ ഐപാഡ് പോയിട്ട് അങ്ങ് സൈലന്റ് ആക്കുന്നു. അതുമാത്രമല്ല, ഇവള് വേഗം തന്നെ റൂമിലോട്ട് കിടക്കാൻ പോകുന്നുണ്ട്. അതും ജാക്കി കാണാണ്ട്. ശേഷം റൂം അങ്ങ് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ഐപാഡ് നോക്കുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ക്ലെയറാ. അമ്മേ, എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ മരിച്ചാൽ മതി എന്നാ തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അമ്മ കൊണ്ടുപോയ ബോഡി ഗ്രഗ് കെമിസ്കി എന്ന് പറയുന്ന ആളുടെ ബോഡിയാണ്. സോ തൻ്റെ മകൾക്ക് എവിടെയൊക്കെയോ ഒരു കുറ്റബോധമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരാ മരിച്ചതെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഗ്രഗിൻ്റെ പേരിൽ സെർച്ച് ചെയ്യുന്നു. നോക്കുമ്പോൾ അധികം പ്രായമില്ലാത്തൊരു വിദ്യാർത്ഥിയാണ് ഇവരുടെ ഡ്രഗ് മൂലം മരിച്ചിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് അങ്ങേർക്കുണ്ട് ഒരമ്മ. ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിന്ന് പോയിട്ടിരിക്കുക നമ്മളുടെ കേറ്റ്. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് കേറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഗ്രാൻഡേഴ്സൺ ഫാമിലെ ടീഷർട്ടാണ്. അപ്പോഴാണ് പൈസ ഒപ്പിക്കാനുള്ള ഒരു ഐഡിയ അവൾക്ക് കിട്ടുന്നത്. എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. സംഭവം വേറെ ഒന്നുമില്ല, ഫാമിൻ്റെ ഇൻഷുറൻസ് തുക. സോ ഇവൾ ഇയർഫോൺ എടുക്കുന്നു, കണക്ട് ചെയ്യുന്നു, ലെസ്സിനെ വിളിക്കുന്നു. അന്ന് ഗ്രാൻഡേഴ്സിനെ എങ്ങനെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേറ്റ്. തീ വെച്ച് മനഃപൂർവ്വം അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് ഫ്ലെയർ കൊണ്ടാണ് ഫാമിന് തീ വെച്ച്. ഫ്ലെയർ കൊണ്ട് കത്തിച്ച തീപിടുത്തത്തിന്റെ കാരണം ഒരിക്കലും മനസ്സിലാവില്ല. എന്നാൽ നമ്മളുടെ ഗ്രാൻഡേഴ്സിന് അറിയാണ്ട് ഫ്ലെയറിന്റെ ഒരു ഭാഗം അങ്ങേരുടെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു. അത് പോലീസുകാർ കണ്ടെത്തി അവൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സോ ഇൻഷുറൻസ് തുക ഗോപി. അങ്ങനെ ലെസ്സാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാമെന്നും പറഞ്ഞ് അവൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ കേറ്റ് ഇൻഷുറൻസിനെ കുറിച്ചും ഫാമിന് തീയിടുന്ന കാര്യത്തെക്കുറിച്ചും ജാക്കിയോട് പറയുന്നു. ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ഉണ്ട് കേട്ടാ. പക്ഷെ അങ്ങേർക്കാണെങ്കിൽ അതൊന്നും പോരാ. അങ്ങേര് പറയുന്നത് കുതിരേനെയും കൂടെ കത്തിക്കാന്നാ. കാരണം അവരുടെ പേരിൽ വേറെ ഇൻഷുറൻസ് ഉണ്ട്. ഇതൊക്കെ കേട്ടേക്ക് കേറ്റാണെങ്കിൽ ആകെ ഇല്ലാണ്ടായിട്ടിരിക്കുക. കാരണം തൻ്റെ മക്കളെ പോലെയാണ് അവൾക്ക് ആ കുതിരകൾ. അതിനെയൊക്കെ കത്തിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല കേറ്റെ, ഈ ഇൻഷുറൻസ് തുക കിട്ടാനായിട്ട് എത്ര ദിവസം പിടിക്കും? അത് ചിലപ്പോൾ ആഴ്ചകളെടുക്കും, ചിലപ്പോൾ ഒരു മാസം എടുക്കും. അതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും പറ്റൂലാട്ടാ. ഞാൻ നാളെ തന്നെ ഇവിടുന്ന് നാട് വിടും. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വെറിയിടാവണ്ട. നിന്നെ ഞാൻ എൻ്റെ എംപ്ലോയി ആക്കിക്കോളാം. സോ നിന്റെ പൈസ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എനിക്ക് അയച്ചു തരാൻ പറ്റും. അതാരും ട്രാക്ക് ചെയ്യാനും പോകുന്നില്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേറ്റിൻ്റെ ഒരു ക്ലയൻറ്റ് അങ്ങോട്ട് വരുന്നത്.
അതാണ് എമ. അങ്ങനെ കേറ്റ് അവളെ പറഞ്ഞു വിടാൻ പോകുമ്പോഴാണ് ഞാൻ പൊക്കോളാന്നും പറഞ്ഞ് ജാക്കി എമ്മയുടെ അടുത്തോട്ട് പോകുന്നത്. കേറ്റ് എങ്ങാനും വല്ലതും വിളിച്ച് പറഞ്ഞാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ജാക്കി ഒറ്റയ്ക്ക് പോകുന്നത്. അങ്ങനെ ജാക്കി പോകുന്നു, എമ്മയുമായിട്ട് സംസാരിക്കുന്നു. താനാരാ? കേറ്റ് എവിടെ? ഞാൻ കേറ്റിൻ്റെ പുതിയ എംപ്ലോയിയാണ്, അവൾക്ക് തീരെ വയ്യ, നിങ്ങൾ പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഇൻഷുറൻസ് തുക തട്ടാനുള്ള പ്ലാന് ആരംഭിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് കുറേ വൈക്കോല് ഫാമിലോട്ട് എത്തിക്കുന്നു. ഇന്ന് രാത്രി 2-ൻ്റെയും 3-ൻ്റെ ഇടയിൽ തീ വെക്കാനാ ഇവരുടെ പ്ലാൻ, അതും ഫ്ലയർ യൂസ് ചെയ്തിട്ട്. അതാകുമ്പോൾ ആരും കണ്ടുപിടിക്കാനും പോകുന്നില്ല. അങ്ങനെ രാത്രിയായി. കുതിരയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമല്ല കേറ്റിന്. സോ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോഴാണ് തീയിടാനുള്ള ഫ്ലയർ ജാക്കി അങ്ങ് ഒപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സമയമായി. കാറുമായിട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ജാക്കി. പക്ഷെ തീയിടുന്നത് കണ്ടിട്ട് ലെവൻ പോകത്തുള്ളൂ. അങ്ങനെ കേറ്റ് ഫ്ലയർ എടുക്കുന്നു, കത്തിക്കുന്നു, വൈക്കോലിൻ്റെ ഇടയിലോട്ട് അങ്ങ് വെക്കുന്നു. സോ ആ വൈക്കോൽ കൂര അങ്ങ് നശിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെയർ ഫാമും. സോ നമ്മളുടെ ജാക്കി കാറും കൊണ്ടങ്ങ് നാടുവിടുന്നു. ഇനി കിട്ടാൻ പോകുന്ന പൈസ ഇവരുടെ പ്ലാൻ പ്രകാരം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. കേറ്റാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള അവസ്ഥയിലാണ്. അവളുടെ അത്രയും കാലത്ത് അധ്വാന ഈ കത്തി നശിക്കുന്നത്. അതേപോലെ കുതിരകളാണെങ്കിൽ ആ തീയിൽപ്പെട്ടിട്ട് പേടിച്ചിരിക്കുക. അങ്ങനെ എല്ലാം കത്തി നശിച്ചു. എല്ലാം തീർന്നതിന് ശേഷം ഫയർഫോഴ്സ് വരുന്നത്. അങ്ങനെ രാവിലെയായി. എല്ലാം പ്ലാൻ പ്രകാരം നടന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ അവളെ കാണാൻ വരുന്നത്. അവൻ്റെ പേരാണ് സാം. ഇവൻക്കാണെങ്കിൽ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. കേറ്റ്, നീ ഇവിടെ ഒറ്റക്കായിരുന്നോ? അല്ല, എൻ്റെ ഒരു എംപ്ലോയിയും കൂടി ഉണ്ടായിരുന്നു, ജാക്കി. ഇതൊക്കെ ചോദിച്ചതിന് ശേഷം സാം അവളുടെ ഫ്രണ്ടിലോട്ട് ഫ്ലയറിൻ്റെ ഒരു സാധനം അങ്ങ് എടുത്ത് വെക്കുന്നുണ്ട്. സോ ഫാമിന് തീ പിടിച്ചതല്ല, തീ ഇട്ടതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. സർ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം ഞാൻ മനഃപൂർവ്വം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കേ കേറ്റ്. നിങ്ങൾ പറഞ്ഞ ജാക്കി ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവൻ്റെ കാറ് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ കാറുമില്ല, ആളുമില്ല. ഇതൊക്കെ കേട്ടതിന് ശേഷം അങ്ങേര് ഇതിനേക്കാൾ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഫാമിൻ്റെ ഉള്ളിൽ നിന്ന് കത്തി നശിച്ചൊരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ജാക്കി ആണെങ്കിൽ നാട് വിട്ടു. പിന്നെ ഇത് ആരുടെ ബോഡിയാ? അങ്ങനെ പോലീസുകാർ കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് അവളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. കേറ്റ്, മരിച്ച ജാക്കിയല്ല, അവനെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് കേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല കേറ്റ്, നീയും ജാക്കിയും എങ്ങനെയാ പരിചയം? എൻ്റെ മകൾ വഴിയാ എനിക്ക് അവനെ പരിചയം. ഒരു ദിവസം ജോലി വേണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാനത് കൊടുക്കുകയും ചെയ്തു. അവൻ നിങ്ങളുടെ എംപ്ലോയി ആണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് നിങ്ങളുടെ ക്ലയൻസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്ലയൻസ് ഒന്നും കണ്ടിട്ടില്ല, കാരണം കുറേ കാലമായിട്ട് ഞാൻ റൈഡിങ് ക്ലാസ് ഒന്നും എടുക്കാറില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോൾ എമ്മ എന്ന് പറയുന്ന ഒരു ലേഡി എന്നെ കാണാൻ വന്നിരുന്നു. എൻ്റെ ഒരു ക്ലയൻ്റാണ് ഈ എമ്മ. പുള്ളിക്കാരത്തി അവനെ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് എമ്മയുടെ നമ്പർ അങ്ങ് കൊടുക്കുന്നുണ്ട്. സോ ഇവള് ടെക്സ്റ്റ് ചെയ്തിട്ടാണ് എമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ സാം ചോദിക്കുകയാണ്, കേറ്റെ, ഈ ജാക്കിയെ കാണാനായിട്ട് ആരെങ്കിലും ഫാമിൽ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വന്നിട്ടുണ്ട്, ഒരു ഗ്രഗ് കെമിൻസ്കി. ഈ ഗ്രഗിൻ്റെ ബോഡി തന്നെയാണ് ലേക്ക് കൊണ്ടുപോയിട്ട് കേറ്റ് താഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, പോലീസുകാർക്ക് ഇവളുടെ ഫാമിൽ നിന്ന് കിട്ടിയ ബോഡി ഗ്രഗിൻ്റെ തന്നെയാണ്. മൊത്തം കത്തി നശിച്ച നിലയിലാണ് ഈ ബോഡി ഇരിക്കുന്നത്. പക്ഷെ പരിശോധിച്ചപ്പോൾ അത് ഗ്രഗിൻ്റെ ബോഡിയാണ്. ചുരുക്കി പറഞ്ഞാൽ നൈസായിട്ട് ഗ്രഗിൻ്റെ മരണം അവൻ്റെ തലയിലോട്ട് ഇടാനാ കേറ്റിൻ്റെ പ്ലാൻ. അങ്ങനെ സാം ജാക്കിയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു. അവനാണെങ്കിൽ ഫാമിലോട്ട് വന്നിട്ടില്ല, കേറ്റിനെ അറിയില്ല, അങ്ങനെ ഒരു ഫാം കണ്ടിട്ടേ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹേമ ഇവനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവൻ പോലും അറിയാണ്ട് അവൻ്റെ അക്കൗണ്ടിലോട്ട് $2500 കേറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കയറിയിട്ടുണ്ട്, മറ്റേ ഫ്ലയറും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട്. സോ ഇതൊക്കെ പോരെ ഇവൻ അവളുടെ എംപ്ലോയി ആണ് എന്ന് തെളിയിക്കാനായിട്ട്? പിന്നെ പോരാത്തിന് തൊട്ടടുത്ത സ്റ്റോറിൽ നിന്ന് ഫ്ലയർ വാങ്ങുന്നതിൻ്റെ CCTV ഫുട്ടേജും പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ഫാം കത്താൻ കാരണമായത് ഇതേ ഫ്ലയറാണ്. അതിൻ്റെ അംശമാണ് പോലീസുകാർക്ക് കിട്ടിയിട്ടുള്ളത്. സോ എന്തുകൊണ്ടും ഇവനെ സംശയിച്ചൂടെ? എന്നാൽ അതിനേക്കാൾ മാരകമായിട്ട് സംശയിക്കാനുള്ള ഒരു കാരണം ഗ്രഗിൻ്റെ ഡെഡ് ബോഡിയാണ്. ഗ്രഗ് ഫാമിൽ വന്നിട്ട് ജാക്കിയെ കണ്ടിട്ടുണ്ട് എന്നാണ് കേറ്റ് മൊഴി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ആ മാരക ട്വിസ്റ്റ് അങ്ങ് റിവീലാക്കുന്നത്. കേറ്റ് അവളുടെ ഐപാഡിൽ കൂടെ നൈസായിട്ട് കാര്യങ്ങളൊക്കെ ലെസ്സിനെ അറിയിച്ചിട്ടുണ്ട്. സോ അവൾ കാറും കൊണ്ടുവരുന്നു, നൈസായിട്ട് ബ്രൈറ്റ് ഇട്ട് സിഗ്നലും കൊടുക്കുന്നു, അതും രാത്രി 2 മണിക്ക്. ആ സമയത്ത് മറ്റവനാണെങ്കിൽ നല്ല ഉറക്കാ. അങ്ങനെ കേറ്റും ലെസ്സും കൂടെ നേരെ പോകുന്നത് മാർഷ് ക്രീക്ക് ലേക്കിലോട്ടാണ്. എന്നിട്ട് ആ ഡെഡ് ബോഡി ആരും അറിയാണ്ട് വെള്ളത്തിൽ നിന്ന് എടുക്കുന്നു. ഈ ഒരു സീനാണ് സിനിമയുടെ ഫസ്റ്റ് സീനിൽ കാണിച്ചത്. ആദ്യമേ ഡെഡ് ബോഡി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡെഡ് ബോഡി എടുക്കുന്നു, ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷമാണ് വൈക്കോലൊക്കെ ഓർഡർ ചെയ്യുന്നത്. എന്നാൽ ആ സമയത്തും ലെസ് അവിടെ തന്നെയായിരുന്നു താമസം. അതൊന്നും ജാക്കി അറിഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ വൈക്കോലിനകത്ത് ഫ്ലയർ കൊണ്ട് തീ വെക്കുന്നു. എന്നിട്ട് ജാക്കി പോയതിന് ശേഷം ഫ്ലയറിൻ്റെ ഒരു അംശം അവിടെ തന്നെ ഉപേക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഫാമിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ലെസ് പുറത്തോട്ട് വരുന്നു. എന്നിട്ട് ഇവർ 2 പേരും കൂടെ ബോഡി എടുക്കുന്നു, തീയിലോട്ട് വെക്കുന്നു. അതുമാത്രമല്ല, അവളുടെ കുതിരയെ അങ്ങ് തുറന്നു വിടുന്നു. ഏതാ പ്ലാനിങ് അല്ലേ? അങ്ങനെ നമ്മളുടെ പോലീസുകാർ ജാക്കിയെ അറസ്റ്റ് ചെയ്യുന്നു. ഗ്രഗിൻ്റെ പാസ്റ്റ് എടുത്താലും ജാക്കിയുടെ ലൈഫ് എടുത്താലും രണ്ടും ഡ്രഗുമായിട്ട് കണക്റ്റഡാണ്. സോ ബാക്കി കഥ പോലീസുകാർക്ക് ഊഹിച്ചുണ്ടാക്കിയാൽ പോരേ.
ചുരുക്കി പറഞ്ഞ ഇങ്ങോട്ടൊരു 8ൻ്റെ പണി വന്നപ്പോൾ അങ്ങോട്ട് 16ൻ്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കേറ്റ്. അങ്ങനെ എല്ലാം അവസാനിച്ചു. നമ്മളുടെ ലെസ് പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നു അവളെ പിക്ക് ചെയ്യാനായിട്ട്. ആ സമയത്ത് കേറ്റാണെങ്കിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കേ. അവൾ അത്രയും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് സ്വന്തം മകള് കാരണം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇൻഷുറൻസ് തുക കിട്ടി. അതുമൂലം ഫാമിൻ്റെ പണികളും തുടങ്ങി. അതുമാത്രമല്ല, ഇവളുടെ റൈഡിങ് ക്ലാസ്സൊക്കെ തകൃതിയായിട്ട് പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല പോസിറ്റീവ് എനർജി, കൂടെ പാറ്റിയുടെ വോയിസും. പിന്നെ പറയണ്ടല്ലോ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പട്ടി അങ്ങ് കുരയ്ക്കാൻ ആരംഭിക്കുന്നത്. വന്നിരിക്കുന്നത് ക്ലെയറാ. ഇത് പ്രായശ്ചിത്തം ചെയ്യാനുള്ള വരവാണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ തമ്പുരാനറിയാം. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.